നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ശിവഭൂതഗണങ്ങളിൽ ഏറ്റവും പ്രധാനിയായ നന്ദീശ്വര മന്ത്രമാണ്. നന്ദീശ്വര മന്ത്രം ജപിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ കൃപാകടാശം കിട്ടുന്നതിനും എല്ലാവിധ സൗഭാഗ്യത്തിനും നന്ദീശ്വര മന്ത്രം ജപിക്കാവുന്നതാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും നന്ദിയുടെ കാതിൽ രഹസ്യമായി പറയുകയാണെങ്കിൽ ശിവഭഗവാൻ പെട്ടെന്ന് കേൾക്കുകയും എല്ലാവിധ സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ നന്ദീശ്വര മന്ത്രത്തിലൂടെ സാധിക്കുന്നതാണ്. ശിവന്റെ വാഹനമാണ് നന്ദി. എല്ലാ ശിവക്ഷേത്രത്തിലും ഭഗവാന്റെ മുന്നിലായി നന്ദിയെ നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിന് അഭിമുഖമായി മണ്ഡപത്തിലാണ് സാധാരണയായി നന്ദിയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നത്. നന്ദി എന്ന പദത്തിന് നിത്യവും വളർന്നുകൊണ്ടിരിക്കുന്ന എന്ന അർത്ഥമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ധനം, ആരോഗ്യം എന്നീ എല്ലാ തരം കാര്യങ്ങൾക്കും അത്യുന്നതിയിൽ എത്തുവാൻ ഈ നന്ദീശ്വര മന്ത്രത്തിലൂടെ സാധിക്കുന്നതാണ്. അറിവ് വർദ്ധിക്കുവാനും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉന്നതിക്കും ഈ നന്ദീശ്വര മന്ത്രഫലം നൽകുന്നു. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അത്യുന്നതിയിൽ എത്താൻ ഈ നന്ദീശ്വര മന്ത്രത്തിലൂടെ കഴിയുന്നതാണ്. ഇനി നമുക്ക് നന്ദീശ്വരന്റെ ഗായത്രി മന്ത്രമൊന്ന് പരിചയപ്പെടാം. ഓം തത്പുരുഷായ വിദ്മഹേ ചക്രതുണ്ടായ ധീമഹി തന്നോ നന്ദി പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ ചക്രതുണ്ടായ ധീമഹി തന്നോ നന്ദി പ്രചോദയാത്. ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. ഇത് ആദ്യം 3 തവണ ഈ ഗായത്രി മന്ത്രം ഉരുവിട്ടതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം 108 തവണ ഉരുവിടേണ്ടതാണ്. ഓം നന്ദികേശായ കിങ്കിണീധരം വൃഷഭരൂപായ ശിവപ്രിയായ വരദായ ശീഘ്രമേം സർവസൗഖ്യം സ്വഹാം. ഓം നന്ദികേശായ കിങ്കിണീധരം വൃഷഭരൂപായ ശിവപ്രിയായ വരദായ ശീഘ്രമേ സർവസൗഖ്യം സ്വഹാം. ഈ മന്ത്രം 108 തവണയാണ് ഉരുവിടേണ്ടത്. മന്ത്രജപം ചെയ്യുമ്പോൾ പൂജാമുറിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെ നിന്നോ ചെല്ലുന്നത് ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് വേണം മന്ത്രജപം നടത്തുക. വിളക്ക് കത്തിച്ച് ജപിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് മന്ത്രജപം നടത്താവുന്നതാണ്. ഇനിയൊരു രഹസ്യമായ പ്രയോഗവിധിയും കൂടിയുണ്ട്. അതും കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. കുറച്ച് കൂവളത്തിന്റെ ഇലയെടുത്ത് എന്നതിന് ശേഷം ഈ മന്ത്രം 108 ഉരു ജപിച്ചു കഴിഞ്ഞ് ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്താണോ കാര്യസാധ്യം അത് പറഞ്ഞ് ആ ഫോട്ടോയുടെ ഭഗവാന്റെ കാൽക്കലിൽ ഈ കൂവളത്തില സമർപ്പിച്ചാൽ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ശിവഭഗവാൻ നടത്തിത്തരുന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇങ്ങനെ നിത്യവും നിങ്ങൾ മന്ത്രം ഉരുവിടുകയും കൂവളത്തിലയിൽ മന്ത്രം ജപിച്ച് ഭഗവാന്റെ കാൽക്കലിൽ സമർപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും എല്ലാവിധ ആഗ്രഹങ്ങൾക്കും ശിവഭഗവാൻ കേൾക്കുകയും അത് തീർച്ചയായും നടത്തിത്തരുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. അത്രയ്ക്കും ശക്തിയേറിയ മന്ത്രമാണ് നന്ദീശ്വര മന്ത്രം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.